ഹലോ ഗൈസ് വേണ്ട ഗൈസ് വേണ്ട. അപ്പോൾ നിങ്ങളൊക്കെ NMMS പരീക്ഷ കഴിഞ്ഞ് അല്ലേ, അതിൻ്റെ കുറേ പേര് നല്ല സന്തോഷത്തിലാണ്, കുറേ പേര് അന്ന് അത്ര സന്തോഷമില്ല, കുറേ പേര് സങ്കടത്തിലുണ്ട്, കുറേ പേര് അല്ലേ ആശങ്കയിലുണ്ട്. വളരെ സങ്കടമൊന്നുമില്ല, ആർക്കും ഒരു ആശങ്കയാണ്, കിട്ടുമോ കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ മറന്നേക്കുക. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചു. സ്കൂളിനോടൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്നു. ഒരു 3-4 മാസമായിട്ട് ഇങ്ങനെ അല്ലേ തീവ്രമായിട്ടുള്ള പഠനത്തിലായിരുന്നു. ആ പഠനമൊക്കെ കഴിഞ്ഞു. നമ്മൾക്ക് പറ്റുന്ന, നമുക്ക് മാക്സിമം എല്ലാ കുട്ടികളും പറയുന്നതാണ് ട്രൈഡ് മൈ മാക്സിമം അല്ലേ, നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു എന്നുള്ളത് വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ മാക്സിമം വർക്ക് ചെയ്തു. നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് കുട്ടികൾ നിൽക്കുന്നുണ്ട്. എന്തായാലും അത് അവിടെ അവസാനിച്ചു. നല്ല രീതിയിൽ നമുക്ക് കോഴ്സ് എൻഡ് ചെയ്യാൻ പറ്റി. വളരെ മികച്ച രീതിയിൽ പാരൻസിൻ്റെയും കുട്ടികളുടെ ഭാഗത്ത് നല്ല 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 ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്. ആ ഫീഡ്ബാക്കുകൾക്കൊപ്പം വരുന്നൊരു ചോദ്യമാണ്, സാർ നിങ്ങൾ അങ്ങനെ ഞങ്ങളോട് ബായ് പറയല്ലേ എന്ന്. കാരണം നമ്മളൊക്കെ ബായ് പറഞ്ഞു പോകാമെന്നൊക്കെയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ ബായ് പറയല്ലേ, നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ തരണം, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോഴ്സുകൾ, കുട്ടികൾ എഡ്യൂക്കേഷൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ ഇനിയും ആവശ്യമുണ്ട് എന്ന് പാരൻസിൻ്റെയും കുട്ടികളുടെയും ഒരുപാട് മെസ്സേജുകൾ ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. അങ്ങനെ നമ്മൾ ടീം ഉണ്ടാക്കിയതാണ് സമീക്ഷ പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്താണ് സമീക്ഷ? സമീക്ഷ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അഡ്വാൻസ്മെൻറ്റ്, ഉയർച്ചയിലേക്കാണ് ആ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയാണ് ഈ സമീക്ഷ പ്രോഗ്രാം നിങ്ങളിൽ എത്തിക്കുന്നത്. എന്തൊക്കെയാണ് സമീക്ഷ പ്രോഗ്രാമിലൂടെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം കുട്ടികൾക്കും ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന വിഷയങ്ങൾ ഏതാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് പറയുന്നതാണ് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന നമ്മുടെ മാത്തമാറ്റിക്സ്, കണക്ക്. ദെൻ ഫിസിക്കലായിട്ട് നേരിടാൻ പറ്റുന്ന അല്ലെ, ഫിസിക്കലായിട്ട് നേരിടാൻ തോന്നിക്കുന്ന ഫിസിക്സ്. ദെൻ ഒരു രസവുമില്ല എന്ന് പറയുന്ന രസതന്ത്രം. ദെൻ അല്ലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ആശങ്കരായിട്ടിരിക്കുന്ന ജീവശാസ്ത്രം, ബയോളജി. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ, സയൻസ് വിഷയങ്ങളാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് ധാരാളം പേരുടെയും, കുറേ പേർക്ക് മാറ്റങ്ങൾ ഉണ്ടാവാം, പക്ഷേ ധാരാളം പേരുടെയും ഒരു ആശങ്ക, അല്ലെങ്കിൽ പാരൻസിൻ്റെയൊക്കെ ഒരു ആശങ്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിനുകൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ ഊന്നൽ നൽകിയിട്ട്, ബാക്കി സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ് എല്ലാം ഉണ്ടാവും കേട്ടോ. അതെല്ലാം നിങ്ങൾക്കായിട്ട് അഡ്വാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നൽകും. എങ്കിലും കൂടുതൽ ഫോക്കസ് എന്തിനായിരിക്കും നൽകുന്നുണ്ടാവുക? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നുള്ള വിഷയങ്ങളും. ഒപ്പം തന്നെ നമ്മൾ ആരെങ്കിലും നന്നായിട്ട് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു തപ്പലാണ്. ഈസ്, വാസ്, അയാമ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തുടക്കമാണ്. നമുക്ക് ബുദ്ധിമുട്ടുകൾ, അതൊരു ഫ്ലുവൻസി കിട്ടാൻ, സംസാരിക്കാനും അല്ലെങ്കിൽ എഴുതാനൊക്കെ ഉള്ള അല്ലേ. നമ്മളൊരു ഗ്രാമർ എഴുതുമ്പോൾ നമുക്ക് ഈസും വാസം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ബാക്കി ഷാലും ഷുഡൊന്നും അറിയേയില്ല, ഈസും വാസം മാത്രം വെച്ച് തട്ടിമുട്ടി ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ അങ്ങനെ ആ ഗ്രാമർ എങ്ങനെ, ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ എങ്ങനെ ഉയർത്താം, എങ്ങനെ റൈറ്റിംഗ് സ്കിൽ, എന്താണ് ഒരു പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള റൈറ്റിംഗ് സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം എന്നൊക്കെ പരിശോധിക്കാൻ, അല്ലെങ്കിൽ എന്നൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് സമീക്ഷ എന്നുള്ള പ്രോഗ്രാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ കുട്ടികളും, നമ്മുടെ കുട്ടികളെല്ലാവരും കൂടെ ആവശ്യപ്പെട്ടെന്ന രീതിയിൽ നമ്മുടെ ഏറ്റവും മികച്ച രീതിയിൽ നൽകുന്ന ഈ സമീക്ഷ പ്രോഗ്രാം, അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഷുവർ ഷോട്ട് ഉണ്ടാവും, ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ്. അതായത് കൃത്യമായിട്ട് എന്തൊക്കെയാണോ പരീക്ഷയിൽ ചോദിക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് പരീക്ഷയിൽ ചോദിക്കുന്നതെന്ന് അറിഞ്ഞു പഠിച്ചാലാണ് പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റുക. സോ അങ്ങനെ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ഈ ചോദ്യം ചോദിക്കും, ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. ദെൻ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള എന്താണ്, നിങ്ങൾക്ക് മോട്ടിവേഷനും നിങ്ങൾക്ക് സഹായങ്ങളും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തീർത്ത് നൽകുന്ന നമ്മുടെ കുട്ടികളൊക്കെ, നമ്മുടെ ഈ മെൻറ്റർഷിപ്പ് ഉണ്ടല്ലോ, നമ്മുടെ NMMSൻ്റെ മെൻറ്റർഷിപ്പിൽ കുട്ടികളൊക്കെ അത്രത്തോളം അറ്റാച്ച്ഡ് ആയിരുന്നു ടീച്ചേഴ്സുമായിട്ട്. അത്രത്തോളം ഇടപഴകി, അത്രത്തോളം സ്നേഹം നൽകിയവരാണ്. കാരണം ആ ഫീഡ്ബാക്കുകൾ ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീം ആ കുട്ടികളിൽ നിന്ന് ഫീഡ്ബാക്കുകളൊക്കെ കളക്ട് ചെയ്തു. കുട്ടികളും മെൻറ്റേഴ്സുമായിട്ടുള്ള ഒരു ബന്ധം അത് ഭയങ്കര വലുതായിരുന്നു. അവർ പറയുന്നു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അത്രത്തോളം കുട്ടികളെ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ
അങ്ങനെ നൽകുന്ന ഒരു മെൻറ്റർഷിപ്പ് നിങ്ങൾക്കുണ്ടാവും. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഈ ചോദ്യങ്ങളൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്, ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കുക, ഈ പരീക്ഷയ്ക്ക് ഇതാണ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് നേടേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ മുൻവർഷ ചോദ്യങ്ങളുടെ ആ ഇടയിലൂടെയൊക്കെ പോയി കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് നൽകുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ മെൻറ്റർഷിപ്പും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഷോർട്ട് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കഷൻസും അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കില്ലും ഗ്രാമറും എല്ലാം കൂടിയിട്ടുള്ള ഈ കോഴ്സിന് ചെറിയൊരു ഫീസ് എന്തായാലും വാങ്ങേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ചെറിയൊരു ഫീസാണ് നിങ്ങൾക്ക് വാങ്ങുന്നത്, വളരെ തുച്ഛമായ ഫീ. അതായത് 500 രൂപ ടോട്ടൽ കോഴ്സിന് വേണ്ടിയിട്ടുള്ളത്. ടോട്ടൽ കോഴ്സിൻ്റെ ഫീസാണ് 500 രൂപ. പിന്നെ നിങ്ങൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 500 രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ ഫീ വരുന്നത്. അപ്പോൾ ഈ ഫീസ് നമ്മൾ എന്നാണ്, അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്നാണ് സാർ ഇതിന് അഡ്മിഷൻ എടുക്കേണ്ടതൊക്കെ അല്ലേ ആകാംക്ഷയോടും ചോദിക്കുന്നുണ്ടാവും, ആഗ്രഹിക്കുന്നുണ്ടാവും. എന്തായാലും നമുക്ക് ഡിസംബർ 27 മുതൽ നമുക്ക് ഈ കോച്ചിങ് തുടങ്ങുകയാണ്. മാർച്ചിൻ്റെ അവസാനം വരെ നിങ്ങൾക്ക് പരീക്ഷയുടെ മുമ്പായിട്ട് ഞങ്ങൾ അധ്യാപകർ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ആ അധ്യാപകർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ആരൊക്കെയാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. നമ്മുടെ NMMSനൊക്കെ അല്ലേ കുട്ടികളുടെയൊക്കെ ആവേശം കാണാൻ പറ്റും. നമ്മുടെ ഓരോ ഇപ്പോൾ നമ്മളൊരു ലൈവൊക്കെ വെച്ചു എന്ന് പറഞ്ഞാൽ കുട്ടികളിങ്ങനെ അല്ലേ സാറുമാരുടെ പേരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഫയറും ലവും ഒക്കെ ഇട്ടിട്ട് ഓരോ കുട്ടികൾക്കും ഓരോ സാറുമാരാണ് പ്രിയപ്പെട്ടവർ. അപ്പോൾ അങ്ങനെ ആ ടീം ഫുൾ NMMSൻ്റെ കോർ ടീം എല്ലാവരും നിങ്ങളെ കാണാനെത്തും, നിങ്ങളോട് സംസാരിക്കാനെത്തും, നിങ്ങളെ പഠിപ്പിച്ചു തരാനെത്തും, നിങ്ങളിൽ എല്ലാ കാര്യങ്ങളും അറിയിക്കാനെത്തും. അറിവിൻ്റെ ഒരു ലോകം, മായാലോകം നിങ്ങൾക്ക് തുറന്നു കാണിച്ചു തരും അവരെ. അപ്പോൾ അവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, മെൻറ്റേഴ്സായിട്ടും അതുപോലെ തന്നെ അധ്യാപകരായിട്ടും ഒക്കെ. സ്കൂളിൻ്റെ ആ പവർ ടീം, എനർജറ്റിക് ടീം നിങ്ങളുടെ കൂടെ ആ മാർച്ച് അവസാന വാരം വരെ ഉണ്ടാവും. അപ്പോൾ NMMSൻ്റെ വലിയൊരു കടമ്പ കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ ഈ സമീക്ഷാ പ്രോഗ്രാമിൽ കൂടി സ്കൂളിൻ്റെ ഒപ്പം ചേർത്ത് നിർത്തുക. നിങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക, എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുക. നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് ഈ പഠനം അല്ലേ, നമ്മുടെ എഡ്യൂക്കേഷനാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തും വീണുപോകും. സോ എഡ്യൂക്കേഷൻ മാക്സിമം ഉണ്ടാക്കുക. നമുക്ക് ഒരു വലിയൊരു വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും വേണ്ടത് അടിത്തറ സേഫ് ആക്കുക എന്നുള്ളതാണ്. 8, 9, 10 ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പരീക്ഷകളുടെയും ബേസിക്കാണ്, ഫൗണ്ടേഷനാണ്, അല്ലെങ്കിൽ അടിത്തറയാണ്. നമ്മളൊരു വലിയൊരു കെട്ടിടം കെട്ടിപ്പൊക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും സ്ട്രോങ് ആവേണ്ടത് എന്താണ്? അടിത്തറയാണ്. കാരണം അടിത്തറ പൊട്ടി എന്ന് പറഞ്ഞാൽ ആ കെട്ടിടം ഉടഞ്ഞ് താഴേക്കെത്തും അല്ലേ. സോ നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വേണ്ടത് അടിത്തറയാണ്. അടിത്തറ സ്ട്രോങ് ആയി നമുക്ക് എന്തറിവും അതിലിങ്ങനെ കെട്ടി കൂടുതലായിട്ട് എടുക്കാം. പക്ഷേ ബേസ് ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടേണ്ടതുണ്ടാവും. സോ 8, 9 ക്ലാസ് അതാണ്, ആ സാധനത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് 8ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമീക്ഷയിലൂടെ നിങ്ങളുടെ അടിത്തറ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റും, ഏറ്റവും സൂപ്പറാക്കി മാറ്റും. ഒരു കോമ്പറ്റീറ്റീവ് ലെവലിലടക്കം ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ NMMSന് ഞങ്ങളെ വിശ്വസിച്ചു, അതിലേറ്റവും മികച്ച രീതിയിൽ പരീക്ഷ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങളിൽ ഒരു മാറ്റം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും. നിങ്ങൾക്കും അത് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. സോ എല്ലാവരും ഇനിയും ഞങ്ങളെ വിശ്വസിക്കുക, ഇനിയും ഞങ്ങൾ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ പരീക്ഷ, ഈ സമീക്ഷ എന്നുള്ള പ്രോഗ്രാം വിജയിപ്പിക്കുകയും അത് മാത്രമല്ല 8ാം ക്ലാസ്സിലെ പരീക്ഷയിൽ NMMS പഠിച്ച വിദ്യാർത്ഥികളും സമീക്ഷ പഠിച്ച വിദ്യാർത്ഥികളിലും ഫുൾ മാർക്ക് നേടിയിട്ട് എല്ലാവരും ഞെട്ടണം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് കൂടെ ഉണ്ടാവുക.